ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. അതും എൻ്റെ അമ്മയും അമ്മയുടെ ക്ലാസ്മേറ്റ്സും കൂടെ. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, മരിയ. അമ്മയുടെ ഫ്രണ്ട് ലോസിക്കുട്ടി ചേച്ചിയുടെ മകളാണ്. ആദ്യം തന്നെ എൻ്റെ പതിവ് ജോലി അവളെ കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വഴിയിൽ കണ്ട റെസ്റ്റോറൻറ്റിൽ കയറി. ഇടുക്കിയിലോട്ടാണ് പോകുന്നത്. ഈ ട്രിപ്പിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്, അത് ഞാൻ വഴിയെ പറയാട്ടോ. എന്നായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി. പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് പൈൻ വാലിയിലേക്കാണ്. 1-2 തവണയൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. പിന്നീട് കുറേ നാൾ കൂടിയാണ് വീണ്ടും വരുന്നത്. ടിക്കറ്റുകളൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. അവിടെ കുറേ നേരം എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയും തമാശകളൊക്കെ പറയുകയും ചെയ്തു. എൻ്റെ അവളുടെയും മെയിൻ പരിപാടി അവരുടെയും ഞങ്ങളുടെയും ഫോട്ടോസ് എടുക്കലായിരുന്നു. സമയം കുറവായിരുന്നത് കൊണ്ട് അധിക സമയം അവിടെ നിന്നില്ല. ഓണം കഴിഞ്ഞ ദിവസം ആയതുകൊണ്ടാവും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്നും ജെയിംസ് ചേട്ടൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായി ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നു. എനിക്ക് അമ്മ ഈ ടെഡിയെയും. അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ നോട്ടം വിട്ടതാ. എന്നായാലും അമ്മയെ സൊപ്പിട്ട് അതങ്ങ് സെറ്റാക്കി. ടെഡിയുടെ ഒരു കാലിന് നീളം കൂടിയതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. പോകുന്ന വഴിയിൽ അഡ്വഞ്ചർ പാർക്ക് കണ്ടു. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ സമയപരിമിതി കാണാൻ കയറിയില്ല. ബട്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് കരുതി എല്ലാവരും ഇറങ്ങി. എന്റെ ചെടി ഇപ്പൊ ഇവരുടെ കയ്യിലാണ്. അതെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ജിജി സാർ പറഞ്ഞതുപോലെ ഈ പാലം ഒരു കനത്ത മഴയിൽ തകർന്നതാണ്. മ്ലാമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഈ പാലം വീണ്ടും പുതുക്കി പണിതതാണ്. ഫ്ലെക്സി പറയുന്നത് പോലെ ഇവരുടെ കൂടെ പഠിച്ച ഫാദർ ജോസഫ് നെല്ലിമല അച്ഛനാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതിന്റെ ഉദ്ഘാടനത്തിന് ഇവരെ വിളിച്ചിരുന്നു. എന്നാൽ അതൊരു ട്രിപ്പ് തന്നെ ആക്കാമെന്ന് ഇവരും കരുതി. ഇപ്പോൾ വന്ന ഉദ്ദേശം മനസ്സിലായില്ലേ? ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പ്രോഗ്രാം തുടങ്ങിയിരുന്നു. വിശിഷ്ടാതിഥികൾ കുറേ പേരുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ മ്ലാമല ചർച്ചിൽ കയറി. ടീച്ചറായിട്ട് വന്നിരിക്കുന്നത് ഒരു ടീച്ചർ, രണ്ടുപേരാണ് പ്രധാനപ്പെട്ട ടീച്ചർ. കുറച്ചു നേരം എല്ലാവരും സംസാരിച്ചിരുന്നതിനു ശേഷം ഫുഡ് കഴിക്കാനായി കയറി. കള്ളപ്പവും സ്റ്റൂ ആയിരുന്നു സ്റ്റാർട്ടർ. പിന്നീട് നല്ല ചോറും കറിയും, അതിനുശേഷം ഐസ്ക്രീമും. എന്നാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇതാണ് ജോസഫ് അച്ഛൻ. അച്ഛനും കൂടി ഇനി കുറച്ച് സമയം നമ്മളുടെ കൂടെ യാത്രയിലുണ്ടാവും. അതിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് പോയത് തേക്കടിയിലേക്കാണ്. അവിടെ പോവാതെ ഇടുക്കി പോയിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? ഞങ്ങൾ അവിടുത്തെ ബസ്സിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. നെക്സ്റ്റ് ബസ്സിൽ തന്നെ എല്ലാവരും ചാടി കയറി. സത്യം പറഞ്ഞ ബോട്ടിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ചെന്നപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്തിരുന്നു. അവിടുത്തെ ഈ ലേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാന്നുള്ളത് നിർബന്ധമാണല്ലോ. കുറേ നേരം ആ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള കഫേയിൽ കോഫി കുടിക്കാനായി കയറി. അവിടുന്നുള്ള വ്യൂവും നല്ലതായിരുന്നു. എല്ലാവരും വീണ്ടും കുറേ നേരം സംസാരിച്ചിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് ഒട്ടകത്തലമയുടെ വ്യൂ പോയിന്റിലേക്കാണ്. അത്യാവശ്യം നല്ല ദൂരമുള്ള കയറ്റമുള്ള ഒരു ഇടുങ്ങിയ റോഡ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. എല്ലാവരും കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ വ്യൂ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നീട് എല്ലാവരുടെയും പാട്ടും ഉണ്ടായിരുന്നു. കുറച്ചു നേരം നമുക്കത് ആസ്വദിച്ചാലോ. മ്യൂസിക്കും കേട്ടിട്ട് അങ്ങനെ മെല്ലെ ഇറങ്ങി 4 മണിക്കൊരു കട്ടൻ കാപ്പിയും കടികളുമായി അമ്മായിയമ്മ തള്ള വരുന്നു ചെല്ലെ തന്നെ അമ്മായിയമ്മ ചെമ്പിള വീടും ഇല്ലാത്തോരെ ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും എഴിലം പാലപ്പൂവായിരിക്കും. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. ബാക്കി 2 ലൈനുണ്ട്. എല്ലാം കഴിഞ്ഞ്
തിരിച്ചു പോകുന്ന വഴി കുമളിയിലുള്ള സെന്റ് സീറോ മലബാർ ഫൊറോന ചർച്ചിൽ കയറി. നിർഭാഗ്യവശാൽ പള്ളി തുറന്നു കിടപ്പില്ലായിരുന്നു. ജോസഫ് അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നു. പള്ളിയിൽ കയറിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലിരുന്നപ്പോൾ പള്ളി വികാരി നമുക്ക് വേണ്ടി അൾത്താര തുറന്നു തന്നു. എന്തൊരു ഭംഗിയായിരുന്നു. മനസ്സ് നിറഞ്ഞ് കുറച്ചു നേരം ഞങ്ങളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. ഒരുപാട് ടെൻഷൻ അടിച്ച് അമ്മയുടെ നിർബന്ധത്തിലാണ് ഞാൻ ഈ ടൂറിന് വന്നത്. ഞാനിവിടെ പോസ്റ്റ് ആകും എന്നൊക്കെ വിചാരിച്ചെങ്കിലും എൻ്റെ തോട്ട്സ് മൊത്തത്തിൽ ഇവർ മാറ്റിക്കളഞ്ഞു. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര കംഫർട്ടായിരുന്നു ഞാൻ. കളിയും ചിരിയുമായി ഈ ഡേ അങ്ങ് കടന്നുപോയി. എന്നായാലും വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. ഇത്രയും നല്ല മെമ്മറബിൾ ഡേ തന്ന നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് എൻ്റെ വീഡിയോ. വീഡിയോ എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.